നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജന്റീൻ യുവ സെൻസേഷൻ ക്ലോഡിയോ എച്ചവേരിയെ റിവർ പ്ലേറ്റിൽ നിന്ന് സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളിൽ യൂറോപ്യൻ ക്ലബ്ബുകൾ ഉണ്ട് എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുറത്തേക്ക് വന്നിരുന്നു. ഇപ്പോൾ സിറ്റി തന്നെയാണ് അതിൽ മുന്നിലുള്ളത് എന്ന് ഫബ്രീസിയോ റൊമാനോ കൺഫേം ചെയ്യുന്നു. ഫബ്രീസിയോ പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റി അർജന്റീൻ ടാലന്റ് ക്ലോഡിയോ എച്ചവേരിയെ റിവർ പ്ലേറ്റിൽ നിന്ന് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കീപ് പുഷിങ് എന്ന രൂപത്തിലാണ് കാര്യങ്ങളുള്ളത്. ക്ലബ്ബുമായിട്ടും അതുപോലെ താരവുമായിട്ടും ഇപ്പോൾ കോണ്ടാക്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ചെൽസിയും താരത്തിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ബാഴ്സലോണയുടെ കാര്യത്തിൽ അവരുടെ സ്റ്റാൻഡിൽ ഒരു ചേഞ്ചുമില്ല. അതായത് അവർക്ക് താരം ഹൈലി റേറ്റഡ് ആയിട്ടുള്ള പ്ലെയർ തന്നെയാണ്. പക്ഷേ FFP ഇഷ്യൂ കാരണം അവർക്ക് ഡീല് നടത്താൻ കഴിഞ്ഞേക്കില്ല എന്നൊരു വിശ്വാസത്തിലാണ് ബാഴ്സലോണയുള്ളത്. ഇപ്പോൾ പ്രധാനമായിട്ടും സിറ്റിയും ചെൽസിയുമാണ് താരത്തിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്നത്. അതിൽ സിറ്റിയാണ് കൂടുതൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഫബ്രീസിയോയുടെ ട്വീറ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി 2008 ജനിച്ചിട്ടുള്ള ടോപ്പ് ടാലൻ്റായ ഫില്ലൈ ഗോർമാനെ പുതിയ സൈനിങ് ആയിട്ട് ജനുവരി തുടക്കത്തിൽ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ദെൻ ഫോക്കസ് ഓൺ അഡ്വാൻസിങ് ഇൻ ടോക്സ് ടു സൈൻ ക്ലോഡിയോ എച്ചവേരി ഫ്രം റിവർ. അത് കഴിഞ്ഞാൽ പിന്നെ പ്രധാന ഫോക്കസ് എന്ന് പറയുന്നത് ക്ലോഡിയോ എച്ചവേരിയെ സ്വന്തമാക്കുക എന്നുള്ളതാണ്. നെഗോസിയേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഇപ്പോൾ ഫബ്രീസിയോ റൊമാനോ സ്ഥിരീകരിക്കുന്നു. അതേസമയം അർജന്റീനയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അർജന്റീൻ മാധ്യമങ്ങൾ പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റി 25 മില്യൺ യൂറോയുടെ ഓഫർ ക്ലോഡിയോ എച്ചവേരിക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും എച്ചവേരി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് താൻ റിവർ പ്ലേറ്റുമായിട്ടുള്ള കോൺട്രാക്ട് പുതുക്കില്ല, ഒരു 6 മാസക്കാലമൊക്കെ ഇനി അവിടെ കളിക്കാൻ സാധ്യതയുള്ളൂ എന്ന്. ഇവിടെ സിറ്റിയുടെ ഇൻറ്റൻഷനും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. ആദ്യം ഇപ്പോൾ സൈൻ ചെയ്യുക, എന്നിട്ട് റിവർ പ്ലേറ്റിലേക്ക് 6 മാസത്തേക്കോ ഏറിയാൽ 1 വർഷത്തേക്കോ അദ്ദേഹത്തെ ലോണിൽ തന്നെ വിടുക, അവിടെ തുടരാൻ അനുവദിക്കുക എന്ന തരത്തിലാണ് സിറ്റി ഇപ്പോൾ നീക്കങ്ങൾ നടത്തുന്നത് എന്ന് അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സെസാർ ലൂയിസ് മെർലോ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക. ഏതായാലും മറ്റൊരു അർജന്റീൻ യുവ സൂപ്പർ താരം കൂടി യൂറോപ്പിലേക്ക് എത്താൻ പോകുന്നു, അതും വമ്പൻ ക്ലബിലേക്ക്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.